പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണ്, അവധിയുടെ ആലസ്യമാണ് എല്ലാവർക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം കൂടെ രാവിലെ തന്നെ നേരുന്നു. ചിലപ്പോൾ ഇനി മറന്നു പോയാലല്ലേ. അപ്പം പുതിയ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, ഇത് ടിസ്റ്റോട് ടിസ്റ്റാണ്. ഇന്നലെ പലപ്പോഴും കളക്ഷൻ നമ്മൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ വേൾഡ് വൈഡായിട്ട് കിട്ടിയത് 16,65,00,000 വീഡിയോ ലാസ്റ്റ് ഞാൻ ഇടുന്നു. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ടുള്ള കണക്കുകൾ അതുതന്നെയാണ്. 16,65,00,000 കേരളത്തിൽ നിന്ന് 5,25,00,000 കിട്ടിയതായിട്ടാണ് പറയുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചു ഇന്നലെ കളക്ഷൻ കൂടാനുള്ള സാധ്യതയാണ്. ടിക്കറ്റിൻ്റെ നിരക്കൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. തിയേറ്ററിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ട്രാക്കർമാർ പറയുന്ന കണക്കും പ്രകാരം 8,96,00,000 ഇന്ത്യയിൽ നിന്നൊട്ടാകെ ഈ ചിത്രം നേടിയത്. അത് കൃത്യമായിട്ടുള്ള കണക്കുകളാണ്, അല്ല ഉച്ച കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരാൻ സാധ്യതയുള്ളൂ. ഒരു 9 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസം വൻ കുതിച്ചേറ്റാണ്. ഏകദേശം ഇരട്ടിയോളം തുകയാണ് കേരളത്തിൽ നിന്നും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയത്. ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് 90 ലക്ഷം ആണെങ്കിൽ ഇന്ന് 2.5 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ട്രാക്കർമാർ പറയുന്ന റിപ്പോർട്ട്. അപ്പോൾ അതുപോലൊരു കുതിച്ചുകയറ്റമാണ്. ഇന്നലെ 9 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഓവർഫീസിൽ നിന്ന് നമ്മൾ ലഭിച്ചെങ്കിൽ ഇന്നൊരു 15 കോടിക്ക് തുകയ്ക്ക് മുകളിലുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നൊരു 25 കോടി രൂപയ്ക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്ന് കൊണ്ട് അത് ഏകദേശം 50 കോടിയോട് അടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ 50 കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തംബ്ലൈൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും തള്ളാണെന്ന് പറഞ്ഞെങ്കിലും 2 ദിവസം കൊണ്ട് ഈ ചിത്രം ഏകദേശം 40 കോടിക്ക് മുകളിൽ നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ, ഞായറാഴ്ചത്തെ കളക്ഷൻ ഈ പറയുന്ന ലെവലൊന്നുമല്ല. 3 ദിവസങ്ങളിലെ ഏറ്റവും വലിയ കളക്ഷനാണ് ഞായറാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് ബുക്ക് മൈ ഷോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 5000-ൽ പരം ടിക്കറ്റാണ് 7 മണിക്കൊക്കെ വിറ്റ് പോകുന്നത്. അപ്പം ഇന്നത്തെ അവസ്ഥ വേറെ കട്ടുതീയായിട്ട് മാറുന്നു എന്ന് തന്നെയാണ്. ഇന്ന് തന്നെയല്ല, നാളത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നാളെ വർക്കിംഗ് ഡേ ആണ്. യാതൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. അപ്പം ഇന്ന് കൊണ്ട് ഈ ചിത്രം 70 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രവചിക്കുന്നത്. ഏകദേശം 30 കോടി, 25-30 കോടി ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡായിട്ട് നേടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു ഗ്രാഫ് ഉയരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പക്ഷേ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കൊണ്ട് ഇതൊരു 100 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതേപോലുള്ള തിരക്കും അതേപോലെ ഒരു ചിത്രത്തിന് കാണാത്ത ഹൈപ്പൊക്കെയാണ് ഇപ്പോൾ ഈ ചിത്രം നേടിയെടുക്കുന്നത്. ഇപ്പം ബുക്ക് മൈ ഷോ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ പലരും പറഞ്ഞ് തള്ളു തുടങ്ങി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരോട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ബുക്ക് മൈ ഷോയിലൊക്കെ പോയി പരിശോധിക്കുക ടിക്കറ്റിൻ്റെ ലെവൽ ഏതാണ്. ഇന്നലെ 4 ലക്ഷം ടിക്കറ്റിന് മുകളിൽ വിറ്റു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് അവസ്ഥ. അപ്പം അതുപോലെ നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ സ്നേഹിതനോടോ ബന്ധുക്കളോടോ ഒക്കെ വിളിച്ച് ചോദിക്കുക അവിടുത്തെ അവസ്ഥ എന്താണ്. വിദേശത്തുള്ളവർ അവരോടൊന്ന് വിളിച്ച് ചോദിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പം കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇന്നലത്തെ അവസ്ഥയല്ല ഇന്നങ്ങ് കാട്ടുതീതുപോലെ പടർന്ന് പന്തരിച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയും കൂടാണ്. ഇന്ന് എല്ലാവരും തിയേറ്ററിൽ തന്നെയാണ്. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന് തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു നെഗറ്റീവാണ്. അത് പെയ്യെ മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്നാലും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കളക്ഷൻ കേരളത്തിൽ ഇന്ന് 10 കോടിക്ക് മുകളിലുള്ള തുകയും അതുപോലെ വേൾഡ് വൈഡായിട്ട് 25 കോടിക്ക് മുകളിലുള്ള തുകയും തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഇന്ന് വേൾഡ് വൈഡ് ഇത് 70 കോടി 3 ദിവസം കൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ ഗ്യാരണ്ടി. അപ്പം നമുക്ക് ചില കണക്കുകളും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. ഇതുപോലെ വേൾഡ് വൈഡായിട്ട് ആദ്യത്തെ ടോപ്പ് 1-ൽ ആദ്യ ദിനത്തെ കളക്ഷൻ ടോപ്പ്
10 എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ 5 ചിത്രങ്ങൾ ലാലേട്ടൻ്റെയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളെന്നും പറയുന്ന പോലെ എമ്പുരാൻ തന്നെയാണ്, 67 കോടി. രണ്ടാം സ്ഥാനത്ത് മരക്കാറ് 20 കോടി 30 ലക്ഷം. കുറുപ്പ്, മോഹൻലാലിലല്ലാത്ത ഒരു ചിത്രം, കുറുപ്പ് 19 കോടി. ഒടിയൻ 18 കോടി 12 ലക്ഷം. തുടരും 16 കോടി 65 ലക്ഷം. തുടരും വന്നപ്പം ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിനാണ് തട്ടുകേട് വന്നത്. അത് 6ാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ 16 കോടി 25 ലക്ഷം. ആടുജീവിതം 16 കോടി 5 ലക്ഷം. കിങ് ഓഫ് കൊത്ത 15 കോടി 5 ലക്ഷം. ലൂസിഫർ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം 14 കോടി 75 ലക്ഷം. ഭീഷ്മപർവം 14 കോടി. അതാണ് ആദ്യം റിലീഫ് ദിവസം ടോപ്പായിട്ട് വന്ന 10 ചിത്രങ്ങൾ. അതിൽ 5 ചിത്രങ്ങളും ലാലേട്ടൻ്റെയാണ്. ടോപ്പ് 5 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 ചിത്രങ്ങളിൽ ലാലേട്ടൻ്റെയാണ്. ഒറ്റ ചിത്രം കുറുപ്പ്, ദുൽഖറിൻ്റെ കുറുപ്പ് മാത്രമേ 3ാം സ്ഥാനത്ത് നിൽപ്പുള്ളൂ എന്നുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധേയമായി കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഈ തള്ളാണ്, അതുപോലെ ലാലേട്ടന് പവറില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കും. ഇതിലാർക്കും തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, ഈ ആക്ഷേപങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് അംഗീകരിച്ച കണക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലാലേട്ടൻ പവർ അറിയണമെങ്കിൽ ഈ ലിസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒന്ന് നോക്കുക, നോക്കിയതിന് ശേഷം ആർക്കാണ് പവർ കൂടുതൽ എന്ന് മനസ്സിലാക്കുക. അപ്പം മോഹൻലാലിൻ്റെ 5 ചിത്രങ്ങൾ 10 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടി 5 ചിത്രങ്ങൾ. ആ അവസ്ഥയാണ്. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലാത്ത അവസ്ഥയാണ്. ഈ ആഴ്ച കൊണ്ട് തന്നെ 100 കോടി കടക്കുന്ന ചിത്രമായിട്ട് തുടരും മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പിക്കാം, നമ്മൾ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. ഇപ്പോഴും ഉറപ്പിക്കാം, 100 കോടി ഇത് ചിത്രം കടക്കും. അങ്ങനെയെങ്കിൽ അടുപ്പിച്ച് 100 കോടി കടക്കുന്ന കേരളത്തിൽ ഒരേ ഒരു നടനായിട്ട് ലാലേട്ടൻ മാറുന്നുണ്ട്. ഒരുപക്ഷെ 200ലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. ആഴ്ച കൊണ്ടല്ല, ഈ ചിത്രം കളക്ഷൻ ടോട്ടലായിട്ട്. അങ്ങനെയെങ്കിൽ 200 കോടി നേടുന്ന ഒരു മലയാള നടൻ മോഹൻലാലെ മാറും. അങ്ങനെ റെക്കോർഡുകളിലെ പെരുമഴ ഈ ചിത്രം തീർക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവല് കുതിച്ചേറ്റമാണ് തുടരും തിയേറ്ററിലെല്ലാം നമ്മൾ കാണുന്നത്. അതുപോലെ ബുക്ക് മൈ ഷോ എടുത്ത് പരിശോധിക്കുമ്പോഴും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്, അതുപോലെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എല്ലാം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതുതന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തിങ്കളാഴ്ച ദിവസത്തേക്കും ഇത് കൊടൂര ബുക്കിങ്ങാണ് കാണുന്നത്. ഇത് ഇന്നലത്തെ രാത്രിയിലത്തെ തിങ്കളാഴ്ചത്തെ പ്രീഫെയിൽ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ 1 കോടിക്ക് മുകളിൽ കടന്നു എന്നാണ് പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസം ഏകദേശം 5 കോടിയൊക്കെ കടന്നു എന്ന് പറയുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇന്ന് നിശ്ചയമായിട്ടും 10 കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്നും വിദേശത്തു നിന്ന് വേൾഡ് 25 കോടിക്ക് മുകളിലുള്ള തുകയും നാളെ ഈ തരംഗം തുടരുക തന്നെ ചെയ്യും എന്ന് 100% ഉറപ്പാണ്. അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഉച്ചയ്ക്കൂടെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളായിട്ടും ഞാൻ വീണ്ടും എത്താം. ഇന്നും ഒരു മാരത്തോൺ തുടരും വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ വീണ്ടും തുടരും. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു.